മാപ്പ് ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം. എന്നാലും ഞാൻ ചോദിക്കാം, ഗീതക്കുഞ്ഞ് എന്നോട് ക്ഷമിക്കണം. കുഞ്ഞിത് വെച്ചോളൂ. പഴയ പരമു തന്നാ കുഞ്ഞു വാങ്ങുമെന്ന് എനിക്കറിയാം. ഈ കയ്യിൽ നിന്ന് ഞാൻ ഒത്തിരി വാങ്ങിച്ചിട്ടുള്ളല്ലേ. നീ ആ തുണിക്കട ജോലിക്ക് പോകണ്ട. കുറച്ച് പണം അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം. ഇനി അവന്റെ വീട്ടിൽ കുഞ്ഞ് താമസിക്കണ്ട. ഞാൻ കുഞ്ഞിനെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കാം. ₹50,000 ഈ നിസ്സാര കാര്യം ചോദിക്കാനാണോ നീ ഇത്രയേറെ പരിങ്ങിയത്? ആട്ടെ, നിനക്കെന്തിനാ പണം? നാട്ടിൽ ഇത്തിരി സ്ഥലമുള്ളത് പണയത്തിലാ. പലിശ കൂടി അതിൽ ഏലത്തിൽ പോകാൻ 1 കോടിയും കൊണ്ടല്ലേ നീ പോയത്? അതിൽ നിന്ന് എടുക്കാമായിരുന്നില്ലേ? അത് നാട്ടിൽ പോയാൽ ഉടനെ മടങ്ങി വരണം. ശരി, 2 ദിവസത്തിനുള്ളിൽ ഗൾഫ് പാർട്ടി വരും. നീ കാർ കൊണ്ടുപോയിക്കോ. കാറ് വേണ്ട സാർ, അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോകാൻ വയ്യ. പനി തീരെ വിട്ടു മാറിയിട്ടില്ല. നിന്റെ ഇഷ്ടം. എപ്പോഴാ പോകുന്നത്? രാവിലെ. എന്തിനാ ഇപ്പൊ നാട്ടിൽ പോകുന്നത്? സ്ഥലം ലേലത്തിൽ പോയെന്നല്ലേ എന്നോട് പറഞ്ഞത്? കാലണ കയ്യിലില്ലാത്ത കാലത്ത് ലേലത്തിൽ പോകുന്നതും പോകാത്ത ഒരുപോലല്ലേ. പോയിട്ട് വരട്ടെ. ഇത് ഒരുപാട് കാശുണ്ടല്ലോ. ഒരുപാടൊന്നുമില്ല, 50,000 രൂപയുള്ളൂ. ഇനി കുഞ്ഞിന്റെ വിവാഹം നടത്തി തരേണ്ടത് എന്റെ കടമയാണ്. എന്റെ അതെ, വിവാഹം എത്ര ആഘോഷമായിട്ട് നടത്തേണ്ടതായിരുന്നു കുഞ്ഞിന്റെ അച്ഛനുണ്ടായിരുന്നു. ശരിയാണ്. ജയിലിൽ കിടക്കുമ്പോഴും അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ വിവാഹത്തിൽ പങ്കുകൊള്ളണമെന്ന്. ജയിൽ സൂപ്രണ്ടിനോട് എന്നും കെഞ്ചുമായിരുന്നു പരോളിൽ വിടാൻ. മോഹന്റെ അച്ഛനൊരു മര്യാദ കാണിച്ചു. ജയിലിൽ ചെന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വിവാഹം സാധ്യമല്ലെന്ന്. എനിക്കൊരു വിഷമവും തോന്നിയില്ല. പക്ഷെ അച്ഛൻ ഒരു കണക്കിന് അതാ ഭാഗ്യം. ഉറങ്ങിക്കിടക്കുമ്പോ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അച്ഛനാ ഭാഗ്യം അർഹിക്കുന്നുണ്ടാവില്ല. ഓ, അമ്മയോ? ഭ്രാന്താശുപത്രിക്കുള്ളിൽ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും കടന്നു ചെല്ലാറില്ലല്ലോ. അച്ഛൻ മരിച്ചതറിഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല. ജോലി കളഞ്ഞു. ഇനി അല്പം സോഷ്യൽ സർവീസ് ആകാമെന്ന് വെച്ചു അല്ലേ? കുഞ്ഞേ, 50,000 രൂപ പോയാലെന്ത്? ഒരു വേശ്യ രക്ഷപ്പെടുമല്ലോ. ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. ഈ പണം കൊണ്ട് ചിലപ്പോ ഒരു ചെറുപ്പക്കാരനെ വാങ്ങാൻ കഴിഞ്ഞേക്കും. ഇത്രയും കാശ് കൊടുക്കുന്നതല്ലേ. സെക്കൻഡ് ഹാൻഡ് ആണെന്ന് അറിഞ്ഞാലും വാങ്ങാൻ ആള് കാണും. അതിലും ഭേദമില്ല പരമച്ചേട്ടാ, ജോണി. സമയം ഒരുപാട് വൈകി. ഞാൻ പോട്ടെ. ഇനി എന്നെ കാണാൻ വരരുത്. ഗീതക്കുഞ്ഞേ, പുഴയുടെ അരികത്തൊരു കോവിലില്ലേ? ഉണ്ട്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കുഞ്ഞ് ക്ഷമിക്കണം. നാളെ രാവിലെ ആ കോവിൽ വരാമോ? കുഞ്ഞിനിഷ്ടമാണെങ്കിൽ നമുക്ക്. കുഞ്ഞിനിഷ്ടമാണെങ്കിൽ മാത്രം.
കാര്യത്തിൽ എടുത്തുചാടിയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. അവന്റെ 1 കോടിയാണ് നിന്റെ കയ്യിലുള്ളത്. അത് ചോദിക്കാൻ അവൻ വന്നേ പറ്റൂ. വരുമ്പോഴോ പണം കൊടുത്തു വിടണോ? കൊടുത്തു വിടണം, പക്ഷെ പണവുമായി എസ്റ്റേറ്റിൽ അവൻ എത്താൻ പാടില്ല. ഓ എന്ന് മഹർഷി സാറിനോട് ഞാൻ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. ഞാനും പരമവും വളരെ അടുത്ത് കഴിഞ്ഞവരാണ്, വളരെ അടുത്ത്. അത്ര പെട്ടെന്ന് പൊട്ടിച്ചെറിയാൻ കഴിയാത്ത പല പഴയ കടപ്പാടുകളുമുണ്ട്. പക്ഷേ ഇന്നെന്റെ ഏറ്റവും വലിയ ശത്രു അവനാണ്. സാറേ, എന്റെ കയ്യിൽ പണമുണ്ടെന്നേ ഉള്ളൂ. മനസമാധാനത്തോടെ ഒരു രാത്രി ഉറങ്ങിയിട്ട് നാളുകൾ എത്രയായെന്ന് അറിയാമോ? അവൻ മരിക്കണം, അല്ലെങ്കിൽ അതെന്റെ നാശമായിരിക്കും. തനിക്കറിയാമോ, ആ മൈക്ക് ഫോഴ്സൺ എന്റെ സുഹൃത്താണ്. ആ സായിപ്പ് സാറിന്റെ? ഓ ഗോഡ്, എങ്കിൽ സംഗതികളെല്ലാം എളുപ്പമായി. എനിക്കൊരു പെഗോടെ അടിക്കണം. അയ്യോ, മതി മതി മതി. താൻ ഇന്ന് വളരെ കൂടുതൽ കുടിച്ചു. കൺഫ്യൂഷ്യസ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ബോധം മറയുന്നവരെ ആകരുതെന്ന്. ഏത് കൺഫ്യൂഷൻസാ മഹർഷി സാറേ? കാവിൽ ജോണിയുടെ കപ്പാസിറ്റിയെ കുറിച്ച് അയാൾക്ക് എന്തറിയാം? ഒരൊറ്റ ഭരണി ചാരായമായിരുന്നു എന്റെ മുത്തപ്പൻ. അതാണ് കാവിൽ ലോനയുടെ ബേസിക് സ്റ്റാൻഡേർഡ്. സാറ് പറഞ്ഞത് നേരാ, കുറെ കൂടുതൽ കുടിച്ചു. ഇവൻ മദ്യമാണെന്ന് വിചാരിച്ചാൽ ഇനി ഇറങ്ങത്തില്ല. അതുകൊണ്ട് ഇവൻ മദ്യമല്ല, രക്തമാണ്. പരമോന്റെ രക്തം. നിന്നോട് അവൻ ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞതൊക്കെ തന്നെയാ എന്നോടും പറഞ്ഞത്. കുറച്ചു നാളായി ഞാൻ എന്തു ചോദിച്ചാലും എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. നാട്ടിൽ പരമോന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അങ്ങനെ പറയത്തക്ക കൂട്ടുകാരാരുമില്ല. വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വന്നോണ്ടിരുന്നത്. അധികകാലം തങ്ങാറുമില്ലായിരുന്നു. ആ പെട്ടി നിന്റെ വീട്ടിൽ ഏൽപ്പിക്കുന്നല്ലേ പറഞ്ഞത്? അതെ. ആരെ ഏൽപ്പിക്കും? അച്ഛനെ. ഏൽപ്പിച്ചിട്ടില്ലെങ്കിലോ? ഞാൻ പോയി അന്വേഷിക്കാം സാർ. വേണ്ട, നിന്നെ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. നിന്റെ നാട്ടിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, മഹർഷി മാത്യൂസ്. ഒന്ന് ഫോൺ ചെയ്താൽ മതി, 1 മണിക്കൂറിനകം അയാൾ വിവരം പറയും. കൂടുതൽ ആൾക്കാർ അറിയണ്ടെന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. ബട്ട് ടുഡേ ഈസ് ദി 10th ഡേ. ഹലോ, അതെ, ആരാ സംസാരിക്കുന്നത്? 1 സെക്കൻഡ്, വിളിക്കാം. സാറേ, സായിപ്പ്. ഹലോ, മഹർഷിയല്ലേ? ആ, ഇത് ഞാനാ, മക്ഫേഴ്സൺ. ഓഫ് കോഴ്സ്, ആഫ്റ്റർ എ വെരി ലോങ് പീരീഡ്. അതെനിക്കറിയാം. ഈ നാട്ടിലോ? ഐ സീ. എനിവേ, ഇറ്റ്സ് വെരി ഫണ്ണി. ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിയെടുത്തോട്ടെ. പേരെന്താ? ഹൈമി. ഹൈമി, നിയർ മാർക്കറ്റ്. ഓക്കെ, 2 മണിക്കൂറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവളെ വിടരുത്. ഡോണ്ട് വറി മാക്, ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഫോർ യു. ഓക്കെ? എന്താ സാറേ, അവനവിടെ എത്തിയില്ലേ? എത്തി, പക്ഷെ കടന്നു കളഞ്ഞു. മക്ഫോഴ്സൺ ഹൈമിയെ ചോദ്യം ചെയ്തു. സ്മാർട്ട് ഗേൾ. അവള് തന്നെ പറ്റിയില്ല. പണം അവളുടെ വീട്ടിലുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതെന്താ? അവള് ബുദ്ധിയുള്ളതാണ്. പരമു ഏതായാലും പോയി. ഇനി തന്നെ കൂടെ പിണക്കണ്ടെന്ന് കരുതി കാണൂ. അഥവാ ഇനി പണം തന്റെ കയ്യിലാണെങ്കിൽ ഒരുവിധം അവക്കും ചോദിക്കാമല്ലോ. അവൻ ഗീതയും കൊണ്ട് കടന്നു കാണും. പരമു തീർച്ചയായും പണം ചോദിക്കാൻ എന്റെ അടുത്ത് വരും. ഇനി സായിപ്പിനോട് എന്ത് പറയും? അവളുടെ വീട്ടിൽ പണം ഇല്ലെന്ന് പറഞ്ഞാലോ? നമ്മൾ ഭൈമയുടെ വീട്ടിൽ പോകാതെ പോയി എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ.
മൈക്ഫോഴ്സൺ അത് വിശ്വസിക്കാതെ നേരിട്ട് വന്ന് അന്വേഷിച്ചാൽ നമ്മൾ എന്തോ ചെയ്യും? ഫൈമിക്ക് 2 തല്ല് കൊടുക്കുമ്പോ ഫൈമി ചിലപ്പോ തന്റെ പേര് പറഞ്ഞെന്നിരിക്കും. അയാൾ തീർച്ചയായും നമ്മളെ സംശയിക്കും. ഈ അവസരത്തിൽ അയാൾ കൂടെ ശത്രുവാകുന്നത് നല്ലതല്ല. പിന്നെ എന്ത് ചെയ്യും? അവളുടെ അച്ഛനെ വിളിച്ചു നിർത്തി ചോദിക്കാം, ഇവിടെ പരമു ഒരു പെട്ടി കൊണ്ടുവന്നിരുന്നോന്ന്. ഭാഗ്യത്തിന് പരമു വന്ന് താനും ഞാനും ഗീതയും അല്ലാതെ ഒരു കുഞ്ഞു നാട്ടിൽ അറിഞ്ഞിട്ടില്ല. അത് കൊള്ളാം. എന്നാ നമുക്ക് ഇറങ്ങാൻ സാറേ, നേരം കളയണ്ട. സായിപ്പ് നമ്മുടെ ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഹലോ, അതെ, എന്തായി? ഏ പെട്ടി എന്റെ വീട്ടിലുണ്ടായിരിക്കണേ. പെട്ടി വീട്ടിൽ കൊടുത്തിട്ടുണ്ടോ സാർ? പരമു നിന്റെ വീട്ടിൽ ചെന്നിട്ടില്ല, ആ നാട്ടിലേ ചെന്നിട്ടില്ല. എന്റെ ഭഗവാനെ, എന്തൊരു ചതിയാണിത്. ഫൈമി, നിന്നെ എനിക്ക് ഉപദ്രവിക്കണമെന്നില്ല. നീ പറഞ്ഞതൊക്കെ നമുക്ക് രണ്ടുപേർക്കും മറക്കാം. ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ മതി. പറയൂ, പരമ എവിടെ? എന്നോട് ഇനി ഇങ്ങനെ ചോദിക്കാതെ സാർ. നിന്നോടാ ചോദിച്ചത്, പരമ എവിടെയെന്ന്. പറയടി, ആരുടെ കയ്യിലാ പരമ വെട്ടി കൊടുത്തത്? ജോണി, ജോണിയുടെ കയ്യിൽ. കാവിൽ ജോണിയോ? അതെ, അയാളും പരവുമായിട്ട് എന്ത് ബന്ധം? കൂട്ടുകാരനാണ്. പണക്കാരനായ ജോണി ആ തെണ്ടിയുടെ കൂട്ടുകാരനാണല്ലേ? നീ പറയുന്ന എന്ത് നുണയും ഞാൻ വിശ്വസിക്കുമെന്ന് നീ വിചാരിച്ചു അല്ലേ? ലോക്ക് ദി ഡോർ. യെസ് സർ. ഒരു കാരണവശാലും ഞാൻ വരുന്നവരെ അവൾ രക്ഷപ്പെടരുത്. ആഹാരം എന്തെങ്കിലും കൊടുത്തേക്ക്. അവൾ ചാവാൻ പാടില്ല. പരമു വന്നാൽ എന്ത് ചെയ്യണം സർ? കൊല്ലരുത്, രക്ഷപ്പെടുകയായിരുന്നു. മനസ്സിലായോ? ശരി, ഓക്കെ സർ. ഓക്കെ. ആർക്ക് വേണ്ടിയാ ദേവിയോട് പ്രാർത്ഥിച്ചത്? പറയൂ, നമുക്ക് വേണ്ടിയാ? അത് വേറെ പാർട്ടിക്ക് വേണ്ടിയാ. അതേത് പാർട്ടിയാ? ഈ പാർട്ടിക്ക്. കാറിന് വേണ്ടിയോ? 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചാൽ 100 കിലോമീറ്റർ ഓടണേ, എഞ്ചിൻ പണിയൊന്നും വരുത്തരുതേ, കാശ് കടം പറയുന്ന ദരിദ്രവാസികളൊന്നും വന്ന് കയറരുതേ എന്നെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിലറിയണം ദേവി ഇടമെടുക്കും. പാവം ദേവി, ഇനി ഓട്ടോമൊബൈൽ മെക്കാനിസം കൂടെ പഠിക്കേണ്ടി വരുന്ന തോന്നേ. നല്ലത് വരുത്തുന്നതിന് പ്രാർത്ഥിച്ചൂടെ? അത് തന്നെയല്ലേ പ്രാർത്ഥിച്ചത്. 1 ലിറ്റർ കൊണ്ട് 100 കിലോമീറ്റർ ഓടിയാൽ നമ്മളെ നല്ല കാലമല്ലേ കുഞ്ഞേ? അല്ലേ, നമ്മൾ ദേവിയോട് ഓരോന്ന് ചോദിച്ചാൽ മാത്രം പോരാ, അത് നടത്തി തരാനുള്ള മാർഗം കൂടെ പറഞ്ഞു കൊടുക്കണം. എന്റെ പൊന്നു മിസി, എന്നെ തട്ടിയിട്ടേ ചോടല്ലേ. മുമ്പിലും പുറവിലും തോക്കും കുറുവടിയുമായിട്ട് 2 പേരുണ്ട്. തട്ടിക്കളയാൻ മടിക്കുന്നവരല്ല. ആ വാതിലടയ്ക്ക്. എന്നെ ഒന്നും ചെയ്യല്ലേ. താനൊരാണല്ലേടോ, ഞാൻ എന്ത് ചെയ്യാനാ? വാതിലടയ്ക്ക്. ഇതിനെല്ലാം കൂടി
എന്ത് വില വരുമെന്നറിയാമോ? ഇല്ല. ചുരുങ്ങിയതൊരു 45,000 രൂപയെങ്കിലും വരും. ഇത് തനിക്കുള്ളതാ. ദേവി ഇതെന്നെ രക്ഷിക്കണം. എന്റെ പൊന്നു മെസ്സി, തല പോന്ന കാര്യമൊന്നും പറയല്ലേ. സായിപ്പ് എന്നെ കൊന്ന് കെട്ടിത്തൂക്കും. താൻ ഈ ജന്മം മുഴുവൻ വെച്ച് വിളമ്പിയാ കിട്ടുമോ 45,000 രൂപ? ഇതാ, എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കൂ.